ഹലോ മക്കളെ, എല്ലാവർക്കും റായത്തന്നല്ലേ. ഇന്ന് ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനും വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാൽ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വനിലാൻ്റെ ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സ്പൂണിൽ എടുക്കുമ്പോൾ ലെവലാക്കിയിട്ട് എടുക്കണം, ഇങ്ങനെ കുത്തി നിറച്ച പോലെ എടുക്കണ്ട. ഇനി 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ നല്ലോണം കലക്കിയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാര, അത് 7 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും സ്പൂണിൽ ലെവലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കൂടുതലായിപ്പോയെങ്കിൽ നല്ലോണം മധുരമായിട്ട് തിന്നാൻ കഴിയില്ല. പിന്നെ അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടാം, അത്ര തന്നെ. ഇനി പാല് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കണം. എന്താ ചങ്ങായിമാരെ, പാലെല്ലാം നല്ല പോലെ തിളച്ചിട്ട് വന്നിട്ട് ഞാൻ തീ ചെറുതാക്കിയിട്ട് കൊടുത്ത്. ഇനി ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വറ്റിയിട്ട് വന്ന പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കണം. ഇനി പഞ്ചസാരയെല്ലാം നല്ലോണം അലിഞ്ഞിട്ട് ഇതിലേക്ക് മിക്സായിട്ട് വന്ന പിന്നെ നമുക്ക് ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി സൈഡിലെല്ലാം പാലിൻ്റെ പാട ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പാലിലേക്ക് ആക്കിയിട്ട് കൊടുക്കണം. കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ ഞാനൊരു 3-4 ഊട്ടായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നിച്ചെന്നെ ഒഴിച്ചു കൊടുക്കണ്ട, പെട്ടെന്ന് കട്ട കെട്ടിയിട്ട് ഈ പൊടിയെല്ലാം നല്ല പോലെ വെന്തിട്ട് കിട്ടില്ല. ഞാൻ ഇപ്പം മുഴുവൻ ഒഴിച്ചു കൊടുത്ത് ഇനി വീണ്ടും ചെറിയ തീയാക്കിയ പിന്നെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. കസ്റ്റേർഡ് പൗഡർ നല്ലോണം കുക്കാവണം, അല്ലെങ്കിൽ ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കസ്റ്റേർഡ് പൗഡറിൻ്റെ തന്നെ മണം ഇങ്ങനെ ബായിലേക്ക് വരും. ഇപ്പം നല്ലോണം ഇളക്കിയിട്ട് ഞാൻ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പാലിലേക്ക് തന്നെ ആക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നല്ലോണം പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം തളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കസ്റ്റേർഡ് അല്പം ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ആ പാത്രത്തിൽ തന്നെ വെച്ചെങ്കിൽ നല്ല കട്ടിയായിപ്പോയി. ഇപ്പോൾ ഫ്രിഡ്ജിലെല്ലാം വെച്ച് തണുപ്പിച്ചെടുത്താൽ പിന്നെ ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് കൊടുക്കണം. തണുത്ത പിന്നെയാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ചൂടോട് കൂടിയിട്ട് വെക്കണ്ട. പിന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു മാങ്ങാൻ്റെ പകുതി, കുറച്ച് മുന്തിരിങ്ങ, ഒരു ആപ്പിളിൻ്റെ പകുതി, ഒരു അനാറിൻ്റെ പാതി, എല്ലാം പാതി പാതിയാണ് ഞാൻ എടുത്തിരുന്നത്. 2 കദളിപ്പഴം, ചെറിയ സൈസിലുള്ള 2 കദളിപ്പഴം, 10 ഈത്തപ്പഴം, പിന്നെ കുറച്ച് ബദാം. ഇത്രയും ഞാൻ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഒരു ആപ്പിൾ, ഒരു മാങ്ങ ഒന്ന് ഫുള്ള് എടുക്കണ്ട. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്ത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ പിന്നെ മറ്റേ മുന്തിരിങ്ങ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് ഇട്ട് കൊടുത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി ആപ്പിളെല്ലാം ഫുള്ള് ഇട്ട് കൊടുത്തെങ്കിൽ ഇല്ലേ, ഇത് കസ്റ്റേർഡ് കുറച്ചും ഫ്രൂട്ട്സ് കൂടുതലായി പോവും. ഇനി കുറച്ച് സമയം കൂടി ഫ്രീസറിൽ വെക്കണം, ഒരു 10 മിനിറ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.